വലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് ഔപചാരികമായിട്ടുള്ള ഒരു ഇരുത്തൊന്നല്ല, ചുമ്മാ ഒരു ചിറ്റ്ചാറ്റാണ്. അപ്പൊ അതിനകത്ത് എത്തിസമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കാൻ വിചാരിക്കുന്നത്. പുതുതലമുറ എത്തിസത്തിലേക്കും ലിബറലിസത്തിലേക്കും പോകാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. നമ്മള് ഇന്നലെ വരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഇന്ന് ഈ വസ്വാസിലകപ്പെടുന്നു. ചിലർ മതം ഉപേക്ഷിക്കുന്നു, ചിലര് ഇസ്ലാമിനെയും പ്രവാചകനെയും വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു പ്രവണത ഭയങ്കരമായി വർദ്ധിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും അവിടെ ഇവിടെയായിട്ട് കാണപ്പെടുന്നുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാരണങ്ങള്, അതിനുള്ള സൊല്യൂഷൻസ്, എന്തുകൊണ്ടാണ് ആ രൂപത്തിലുള്ള ചിന്തകൾ കുട്ടികൾ വരുന്നത്, അതേപോലെ തന്നെ നവനാസ്തികത എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയ ചില നോർമൽ ടോക്സ് ആണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഭൗതികവാദികളുമായി സംവദിക്കുന്ന, നിരന്തരമായിട്ട് ആശയ തർക്കത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ സുഹൃത്ത് ഷാഹുൽ ഹമീദ് പാലക്കാടാണ്. തുടങ്ങാം. ഷാഹുൽ, വെൽക്കം. പിന്നെ ഈ എത്തീസം വളരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വളർച്ച എന്നൊന്നും പറയാനില്ല. ഒന്നാമത് എത്തീസം ഇപ്പൊ നമ്മളെവിടെ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാലും എത്തീസം ആയിട്ട് വളർന്നു എന്ന് പറയാൻ കഴിയില്ല. എത്തീസം ഒന്നില്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ അരികു പറ്റിക്കൊണ്ട് കമ്മ്യൂണിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിലനിൽക്കാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അരാജകവാദത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ നിന്ന് പോകാൻ പറ്റും എന്നല്ലാതെ എത്തീസം ഇറ്റ്സെൽഫ് ഒരു ഐഡിയോളജി ആയിട്ട് ഒരിക്കലും ഒരു സമൂഹത്തെ സ്വാധീനിച്ചിട്ടില്ല. ഒരു സമൂഹത്തെയും അതിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അതിനുള്ള പൊട്ടൻഷ്യാലിറ്റിയോ കഴിവോ അതിനില്ലാത്തൊരു സാധനമാണ്. അതേസമയം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നാസ്തികത എന്ന് പറയുന്നതിലൂടെ ശരിക്ക് സംഭവിക്കുന്നു, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നാസ്തികത എന്ന് പറയുന്നതിലൂടെ ശരിക്കും കൊണ്ടുവരുന്നത് മൂല്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങൾ പോകുക എന്നുള്ള ഒരു സാധനത്തിന് വേണമെങ്കിൽ എത്തീസം എന്ന് വിളിക്കാം. ജസ്റ്റ് റിജക്ഷൻ ഓഫ് വാല്യൂസ് ആണ്. റിജക്ഷൻ ഓഫ് റിലീജിയൻ എന്ന് പറയുമ്പോൾ തന്നെ റിജക്ഷൻ ഓഫ് വാല്യൂസ് എന്നുള്ളൊരു ജീവിക്കുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഇതിപ്പോ ഇന്നൊരു പേരിട്ട് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പേരിൽ അറിയാമെന്നല്ലാതെ ഇപ്പൊ ഏത് കാലത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് മൂല്യപരമായ ജീവിതത്തെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടാവും. ജീവിതം പരമാവധി സുഖിക്കാൻ മാത്രമുള്ള ഒന്നാണെന്നുള്ള കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടാവും. ഉദാഹരണത്തിന് പിന്നെ ഭാരതത്തിന്റെ തന്നെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാർവാകന്മാർ നമുക്ക് കാണാൻ കഴിയും. ചാർവാകന്മാർ പറഞ്ഞത് പിന്നെ കടം വാങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ നെയ്യ് സേവിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം മേടിച്ചിട്ടാണെങ്കിലും സ്വന്തം ശരീരത്തിന്റെ സുഖഭോഗങ്ങൾ നിങ്ങൾ മുൻഗണന നൽകണം. നിങ്ങൾ പരമാവധി കാമിക്കാൻ കഴിയുന്നവരുമായെല്ലാം ആ രൂപത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവണം. നിങ്ങൾക്ക് രസകരമായ ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുണ്ടാകണം. അപ്പോ മൂല്യങ്ങളിൽ ഒന്നും നോക്കാതെ സ്വന്തം സുഖഭോഗ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു ആശയമായി ചുരുങ്ങാണ് വാസ്തവത്തിൽ അവിടെയും സംഭവിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അരാജകത്വവാദികളും ചെയ്യുന്നതാണ്, എല്ലാ സാമൂഹ്യ വിരുദ്ധരും ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിമിനലുകൾ ചെയ്യുന്ന എന്താണ്, ഇപ്പൊ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ അവര് റിജക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ വാല്യൂസിനാണ്. അവര് മുൻഗണന നൽകുന്നത് അവരുടെ ശാരീരിക ഇച്ഛകൾക്കാണ്. മോഷ്ടിക്കുന്നവരാണെങ്കിലും ഇപ്പൊ എന്ത് ക്രിമിനൽ ആക്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ ചെയ്യുന്നത് അവരുടെ ശാരീരിക ഇച്ഛകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ ഈസ് റിജക്ഷൻ ഓഫ് എന്താ പറയുക, ഒരു മോറൽ പർപ്പസിനെ റിജക്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. റിജക്ഷൻ ഓഫ് റിലീജിയൻ എന്നതിന്റെ അപ്പുറത്തേക്ക് റിജക്ഷൻ ഓഫ് മോറൽ പർപ്പസ്. ഖുർആനിൽ പറയുന്നുണ്ട്, അതായത് സ്വന്തം ദേഹേച്ഛകളെ ഇലാഹാക്കിയവനെ നീ കണ്ടോ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ദേഹേച്ഛകളെ ഇലാഹാക്കുക, തോന്നിയ പോലെ ജീവിക്കുക, ദാറ്റ്സ് ഓൾ. അതാണ് നവനാസ്തികത. അതാണ് നവനാസ്തികത കൊണ്ടെത്തിക്കുന്ന ലിബറലിസം. അതെ, അത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഖുർആൻ അത് കൃത്യമായിട്ട് അതിന്റെ സൈക്കോളജിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഈ ഒരു വേഴ്സ് പറയുമ്പോൾ തന്നെ ഖുർആൻ അവിടെ കൗണ്ടർ ചെയ്യുന്നത് എത്തീസം എന്ന് പറഞ്ഞിട്ടല്ല, സ്വന്തം ശാരീരിക ഇച്ഛകളെ ഇലാഹാക്കിയവർ. ഇപ്പോ ഈ ലിബറൽ ഫിലോസഫി ഒക്കെ പറയുന്നിടത്ത് തന്നെ ജോൺ സ്റ്റുവർട്ട് മില്ലാണെന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, യു ഹാവ് ടു ലോഡ്സ്, നിങ്ങൾക്ക് രണ്ട് ദൈവങ്ങളാണുള്ളത്. എന്താണ്? വൺ ഈസ് പെയിൻ ആൻഡ് ദി അതർ ഈസ് പ്ലഷർ. ഒരു ഭാഗത്തുള്ളത് വേദനകളാണ്, മറ്റൊരു ഭാഗത്തുള്ള പ്ലഷറുകൾ മാത്രമാണ്. അപ്പൊ പിന്നെ ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത്, റാഷണൽ ഡിസിഷൻ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് പെയിൻ ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് സെൽഫ് പ്ലഷർ എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ ബലാത്സംഗവാദികൾ ചെയ്യുന്ന എല്ലാം തന്നെ സെൽഫ് പ്ലഷറിന്റെ മാക്സിമൈസേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കൊള്ളയും കൊലപാതകവും എല്ലാം ചെയ്യുന്ന സ്വന്തം പിന്നെ സ്വേച്ഛ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാം തന്നെ അതാണ്. ഇപ്പൊ എത്തീസം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ തന്നെ ശരിക്ക് പിന്നെ അതിന് കൊടുക്കാൻ പറ്റിയ ഡെഫിനിഷൻ, ഇപ്പൊ ഇസ്ലാമിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെല്ലാം ദൈവത്തെ എല്ലാത്തതിനനുസരിക്കുന്നോ അവരെല്ലാം എത്തീസ്റ്റുകളാണ്. ദേ ആർ ഡിനീയിങ് ഗോഡ് ആക്ച്വലി. ഇപ്പോ ഈ
പോളിതീസം എന്നൊക്കെ പറയുന്നത് അതും എ കൈൻഡ് ഓഫ് എത്തീസം ആണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ദി റിയൽ ഐഡിയനെ റിജക്ട് ചെയ്യുകയും അവരുടെ പിന്നെ ഈ പറഞ്ഞ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് ദൈവങ്ങളെ നിർമ്മിക്കുകയാണ്. ഇപ്പോ ഡോക്ടർ ബാർട്ട് ഹെർമൻ ഒരു പിന്നെ അദ്ദേഹം ഒരു വളരെ അക്കാദമിക് ആയിട്ട് ഈ ബൈബിളിക്കൽ നരേറ്റീവ്സിനെ കുറിച്ച് പഠിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ വർക്കുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഹൗ ജീസസ് ബിക്കേം ഗോഡ്, എങ്ങനെയാണ് ജീസസ് ദൈവമാക്കപ്പെട്ടത് എന്നുള്ളത്. അത് കൃത്യമായും ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത്തരത്തിൽ ആശയങ്ങൾ നിർമ്മിക്കുന്നതാണ് എന്ന് അദ്ദേഹം വളരെ പിന്നെ ശാസ്ത്രീയമായും ചരിത്രപരമായൊക്കെ ഉള്ള രേഖകൾ വഴി തെളിയിക്കുന്ന ഒരു പഠനമാണ്. അപ്പൊ അത് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് റിജക്ഷൻ ഓഫ് ഈ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ശാരീരിക ഇച്ഛകളെ ദൈവമാക്കാന്നുള്ള. അപ്പോൾ ഇത് പറയുമ്പോൾ പിന്നെ ഇപ്പോ നമ്മൾ നോക്കിയാൽ അറിയാം ഇസ്ലാമിനെ പല രൂപത്തിൽ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്ലാമിൽ അടിമത്തം ഉണ്ട് എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ആളുകൾ. വാസ്തവത്തിൽ അടിമത്തം എന്ന് പറയുന്നത് സ്ലാവറി എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് ആൻ എത്തീസ്റ്റിക് ആക്ട്. അത് സ്വയം തന്നെ ഒരു എത്തീസ്റ്റിക് ആയിട്ടുള്ള ആക്ട് ആണ്. കാരണം എന്താണ്, അടിമകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്തിട്ടാണെങ്കിലും സ്വന്തം സുഖഭോഗ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നിടത്ത് നിന്നാണ് അടിമകൾ ഉണ്ടാകുന്നത്. അത്തരം ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന്, അത്തരം എത്തീസ്റ്റിക് ആയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിനെ അടിമത്വവുമായി ചേർത്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ കേരളത്തിലൊക്കെ കാര്യമാത്രം ബുദ്ധി ഉറയ്ക്കാത്ത ആളുകളൊക്കെ ഇതിനെ സംസാരിച്ച് നമ്മൾ കാണാം. ഇസ്ലാമിന് അന്നത്തെ കാര്യത്തിൽ ഏകപക്ഷീയമായിട്ട് അടിമത്തം ഒഴിവാക്കാൻ, നിരോധിക്കാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. അടിമത്തം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്തേക്കാണ് ഇസ്ലാം വന്നത്. അപ്പൊ ഇസ്ലാമിനെ ഏകപക്ഷീയമായിട്ട് അടിമത്തം നിരോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെ. എന്ന് മാത്രമല്ല ആലോചിച്ച് നോക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള മറ്റു പ്രാക്ടിക്കൽ ഐഡിയോളജി, ഒരു ഐഡിയോളജിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതിനപ്പുറം ഇസ്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അടിമത്വം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ജനങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു അതിനെ മറികടക്കേണ്ട ഒന്നാണ്. നിങ്ങൾ മുറിച്ചു കടക്കേണ്ട ഒരു മലമ്പാതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സോൾവ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് എന്ന് പരിചയപ്പെടുത്തി. പ്രതിഫലം കൊടുത്തു. അതുപോലെ തന്നെ അത് പുണ്യകർമ്മമായി പഠിപ്പിക്കപ്പെട്ടു. അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ അതിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് അത് ഇല്ലാതാകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക് വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് സ്ലേവറി? സ്ലേവറി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വിലങ്ങിടുക എന്നുള്ളത് കൊണ്ട് അതിനെല്ലാം സ്ലേവറി എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നുള്ള ജയിൽ സിസ്റ്റത്തിലുള്ളത് സ്ലേവറിയാണ്. അപ്പോൾ സ്ലേവറി എൻഡ് ചെയ്തു നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്ലേവറിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കാം എന്നുള്ള നിലപാടാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, കുറ്റവാളികളുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് ലിമിറ്റ് ചെയ്യാം എന്നുള്ള നിലപാടാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ നിലപാട് മാത്രമേ ഇസ്ലാമിക് സ്ലേവറിയുടെ വിഷയത്തിൽ എടുത്തിട്ടുള്ളൂ. കാരണം പ്രവാചകൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സ്വതന്ത്രനായ ഒരു വ്യക്തിയെ അടിമയാക്കുന്നവന് എതിരായിരിക്കും ഞാൻ എന്നുള്ളത് സ്വഹീഹായിട്ടുള്ള ഹദീസ് വന്നിട്ടുള്ള കാര്യമാണ്. വെറുതെ വഴി പോകുന്നാലും ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രമായ വ്യക്തിയെ കൈകാര്യം ചെയ്യും. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്? സ്വതന്ത്രനായിട്ടുള്ള വ്യക്തികൾക്കൊന്നും തന്നെ ആ രൂപത്തിലുള്ള ഒരു നിലപാടുണ്ടാവില്ല. മറിച്ച് യുദ്ധ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അവരെ നമുക്ക് ഇന്ന് ജയിലിലിടുന്നത് പോലെ തന്നെ കൈൻഡ് ഓഫ് ജയിൽ സിസ്റ്റം. യുദ്ധം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പേര് അവരെ പിടിച്ചു വെക്കും. ഇവരെ പിടി നമ്മൾ എന്ത് ചെയ്യണം? ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ കയ്യിലുണ്ടാവും. ഒന്നുകിൽ നമ്മൾ വെറുതെ നിരുപാധികം വെറുതെ വിടേണ്ടി വരും. അത് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമാണ്, അല്ലാതെ പിന്നെ ചായ പിടിച്ചു പിന്നീട് അവരെ വെച്ച് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ നമ്മളെ കയ്യിൽ വേണം. അപ്പോ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആൾക്കാരെ, നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ശത്രുക്കൾ പിടിച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടെ പിടിച്ചു വെക്കേണ്ടി വരും, പിന്നീട് നെഗോഷിയേറ്റ് ചെയ്യാനും. പക്ഷെ ഇവിടെ പിടിച്ചു വെക്കപ്പെടുന്ന അടിമകൾക്ക് അങ്ങേയറ്റത്തെ വലിയ മൂല്യങ്ങളും അതേപോലെ തന്നെ റൈറ്റ്സും ഉണ്ട്. അടിമകളെ അടിക്കാൻ പാടില്ല, അടിമക്ക് അവകാശമുണ്ട്. അവിടെ അടിമ എന്ന് പറഞ്ഞാൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അടിമയാണ്. അതെ, ആവശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഇസ്ലാമിന്റെ അടിമ സമീപനം നോക്കിക്കഴിഞ്ഞാല് അടിമയും ഉടമയും തുല്യമാകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അതായത് ഉടമ കഴിക്കുന്നത് എന്താണോ അത് അടിമയ്ക്ക് കൊടുക്കണം, ഉടമ ഉടുക്കുന്നത് എന്താണോ അത് അടിമയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പറഞ്ഞ വ്യത്യസ്തതകളെ പോലും നിരാകരിച്ചുകൊണ്ടാണ് ഇസ്ലാം വർക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത്രയും വിഷയമുള്ളൂ. ഇപ്പൊ അടിമത്വവും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ ബൃഹത്താണ്. അതായത് ഇന്നുള്ള ആധുനിക ആശയങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറം ഇസ്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ആവശ്യം. ഇന്നുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രഖ്യാപനമാണ്. എന്തിനും 100-200 വർഷം മുമ്പ് ഉള്ള കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ അടിമ ആവേണ്ട ആവശ്യമില്ല. കേവലം താഴ്ന്ന ജാതിക്കാരനായി എന്നുള്ളതിന്റെ പേരിൽ തന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ നിന്ന് ഇരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നാണ് നമ്മളെല്ലാം ഈ ഒരു ചരിത്രത്തിൽ കാണുന്നത്. അപ്പോ അങ്ങനെയുള്ള ലോകത്തിനപ്പുറത്തേക്ക് അടിമയ്ക്ക് സ്വന്തം ഉടമയുടെ വസ്ത്രം കൊടുക്കണമെന്നും ഒരുപോലെയുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നതൊക്കെ വളരെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള, വളരെ പിന്നെ പുരോഗമനാത്മകമായിട്ടുള്ള സമീപനാണെന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ വിമർശിക്കാൻ വരുന്നവർ, നമ്മളിപ്പോ ഈ ഒരു വിഷയം ഇവിടെ എടുത്തിട്ടത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ
ഈ പറഞ്ഞ അടിമത്വം എന്ന് പറഞ്ഞ വ്യവസ്ഥ തന്നെ ഉണ്ടായി വരുന്നത് എത്തീസ്റ്റിക് ആയിട്ടുള്ള മനോനിലയിൽ നിന്നാണ്. അതായത് ദൈവത്തിന്റെ നിയമങ്ങൾക്കപ്പുറം മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും സെൽഫ് പ്ലഷറിനനുസരിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്യാമെന്നുള്ള ആശയം ഉണ്ടാകുന്നിടത്ത് നിന്നാണ് അടിമത്തം ഉണ്ടാകുന്നത്. അതുപോലുള്ള ഏത് തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള മാനുഷിക വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ആ സമീപനങ്ങളെ ഇല്ലായ്മ ചെയ്യാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അത് എല്ലാ രീതിക്കും ഇസ്ലാമിന്റെ ലോസ് നോക്കിക്കഴിഞ്ഞാലും പിന്നെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഈ ഇസ്ലാമിക് റൂളിങ്സിനെ വ്യാഖ്യാനിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച കാര്യമായ ബോധമില്ലാത്ത ആളുകളാണ് പലപ്പോഴും കരിയർ ഇസ്ലാമോഫോബിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ സംഖ്യകളിൽ നിന്നും പൈസ വിരിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ സമീപനം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ആധുനിക ഐഡിയോളജികളുടെയൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറെ ലിമിറ്റ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ ഇസ്ലാമിക് വേർഷൻ ഓഫ് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡു നോട്ട് ഹാം അതേഴ്സ്, ഡു നോട്ട് ഹാം യുവർ സെൽഫ് എന്ന സ്വഭാവത്തിലുള്ള ഇസ്ലാമിന്റെ സമീപനങ്ങൾ. അതുപോലെ തന്നെ എന്താണ് പിന്നെ ഇസ്ലാമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഖുർആനിക വ്യാഖ്യാനങ്ങളുണ്ട്. അതിനകത്ത് പിന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടതുപോലെ തന്നെയുള്ള അവരുടെ ഉദ്ദേശങ്ങളിൽ പറയുന്നതാണ് ജസ്റ്റിസിനെ സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അവർക്ക് വേദഗ്രന്ഥങ്ങളോടൊപ്പം തന്നെ തുലാസിനെ നൽകിയതായി പറയുന്ന ഭാഗങ്ങൾ. അപ്പോ ജസ്റ്റിസിന് വളരെയധികം മൂല്യം നൽകുന്ന, മനുഷ്യന്റെ സഫറിങ്സുകളെ കുറയ്ക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു ഐഡിയോളജി. ഇപ്പോ അള്ളാഹു എന്താണ് മനുഷ്യർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യന് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാർഗങ്ങൾ ഉണ്ടെങ്കിൽ, രണ്ട് നിയമങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ മനുഷ്യർക്ക് എളുപ്പമുണ്ടാകുന്ന, മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുന്ന, അവരുടെ സഫറിങ്സുകളെ കുറയ്ക്കുന്ന ഒരു നിലപാടും രീതിയുമായിരിക്കണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളത്. ഇതാണ് പിന്നെ എത്ര വലിയ മോഡേൺ ഐഡിയോളജീസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനകത്ത് ഇപ്പോൾ ഏതൊരു ഐഡിയോളജിക്കും ഉണ്ടാകുന്ന ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഐഡിയോളജി എന്ന് പറയുന്നിടത്ത് പറയുന്ന ഒരു ന്യായമാണ് സമൂഹത്തിന്റെ സഫറിങ്സുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആശയങ്ങൾ എന്നുള്ളത്. അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന, അതിനെ ഫണ്ടമെന്റൽ ഐഡിയ ആയി കൊണ്ട് നടക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മാനവികമായിട്ടുള്ള തലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത് പിന്നെ എല്ലാ സ്വഭാവത്തിലും മനുഷ്യന്റെ പുരോഗമന ചിന്തകൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്, ഇപ്പോ എല്ലാ തരത്തിലുള്ള പ്ലഷറും കിട്ടലാണ് എത്തിസത്തിന്റെ ഉദ്ദേശം. ആ എത്തിസ്റ്റ് ആവുന്നത് ആ രൂപത്തിലുള്ള റിലീജിയന്റെ കെട്ടുപാടുകൾ എന്നൊക്കെ മോചിതരായിട്ട് നല്ല സുഖലോക സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തുന്നത്. പക്ഷെ ഇതിൽ എത്തിപ്പെടുന്ന ആൾക്കാർ പിന്നീട് എത്തിപ്പെടുന്നത് ശരിക്കും പ്ലഷറിലാണോ അതോ ഡിപ്രഷനിലാണോ, എവിടെയാണ് ശരിക്കും എത്തിപ്പെടുന്നത്? അത് ശരിക്കും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ എത്തീസ്റ്റുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും വൈ എത്തീസം അല്ലെങ്കിൽ ഇത് എവിടേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു പഠനമോ ചിന്തയോ നടത്തിയിട്ട് നമുക്ക് തോന്നില്ല. കാരണം ആലോചിക്കുക, എത്തീസം എന്താണ് മനുഷ്യരിൽ ആത്യന്തികമായി നിർമ്മിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, പിന്നെ എത്തീസം ഇപ്പൊ നമുക്കറിയാം ഈ ന്യൂ എത്തീസ്റ്റ് മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് മതങ്ങളില്ലാത്തൊരു സമൂഹത്തെ നിർമ്മിക്കുക എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയാണ് വന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നെയും കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇപ്പോ അലൻ ഡേ ബോട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെയൊക്കെ വർക്കുകളുണ്ട്. ഉദാഹരണത്തിന് റിലീജിയൻ ഫോർ എത്തീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അപ്പൊ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇതാണ്, എത്തീസ്റ്റുകൾക്ക് മതം ഉണ്ടാവുകയാണ് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എത്തീസ്റ്റുകൾക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന സാമൂഹ്യ ചുറ്റുപാടുണ്ടാവണം, ഒരു എത്തീസ്റ്റിക് ആയിട്ടുള്ള ചർച്ചുകൾ ഉണ്ടാകണം. അതായത് പിന്നെ മതസ്ഥാപനങ്ങൾ എന്ന പോലെ, പള്ളികൾ എന്ന പോലെ, അമ്പലങ്ങൾ എന്ന പോലെ ഒരു ജമാഅത്ത് വേണം. എന്ന് മാത്രമല്ല അവർക്ക് മോറൽ ടീച്ചിങ്സ് വേണം. അത് ഇത്തരം ചർച്ചുകളുടെ ഭാഗമായിട്ട്, എത്തീസ്റ്റിക് ചർച്ചുകളുടെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെടണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതുകയാണ് അതിന്റെ ഏറ്റവും ആധുനികരായിട്ടുള്ള ചിന്തകർ പോലും ചെയ്യുന്നത്. അപ്പൊ എത്തീസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെഡ് ഐഡിയോളജി. ന്യൂ എത്തീസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് തീർന്നു കഴിഞ്ഞ ഒരു സാധനമാണ്. ഇപ്പോൾ നമുക്ക് അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും, അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായി നിന്നിരുന്ന ആളുകളെല്ലാം ഇപ്പോ അയാൻ ഹിസി അലി, അവര് ഭയങ്കരമായിട്ട് ഇസ്ലാമിനെതിരെ വിദ്വേഷപരമായി വർത്തമാനങ്ങൾ പറയുകയും വളരെ അഗ്രസീവായിട്ട് അതിനുവേണ്ടി തന്നെ എത്തീസത്തിന്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവര് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് കൺവേർട്ട് ആയി എന്ന് മാത്രമല്ല, അവര് ഈ പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസുമായിട്ട് സംവദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവര് പറയുന്നത് എത്തീസം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് കൃത്യമായും ഒരു ധാർമ്മിക ശൂന്യതയാണെന്നാണ് അവർ പറയുന്നത്. എന്ന് പറയല്ല, ഒരു കൃത്യമായിട്ട് മനുഷ്യന് എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയാനില്ലാതെ, എന്താണ് ശരി എന്ന് പറയാനില്ലാതെ, എന്താണ് തെറ്റ് എന്ന് പറയാനില്ലാതെ ചുമ്മാ ഒരു ശൂന്യത സൃഷ്ടിച്ചു വിടുന്നിടത്ത് ശരിക്കും അയാൻ ഹിസിൽ എന്നിട്ട് പറയുന്നത്
അവർക്ക് ശരിക്കും അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എത്തീസം ഈ ക്രിസ്ത്യാനിറ്റിയെ മറ്റുമൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു 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 സമൂഹം വളരെ ക്രമരഹിതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവിടെ ഇസ്ലാം വിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ സങ്കടപ്പെടുത്തുന്നത്. അവർ സ്വാഭാവികമായിട്ട് ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റികളിലേക്ക് നോക്കൂ, അവിടെ ഒന്ന് പിന്നെ ഇസ്ലാമിലേക്കുള്ള കൺവേർഷൻ റേറ്റ് കൂടുന്നു, അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ ഫലസ്തീനിലും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ അവർ മുസ്ലിം ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വളരെ ഇസ്ലാം ഈ പറഞ്ഞ പൊളിറ്റിക്കലായിട്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ട് അതിൽ സങ്കടപ്പെട്ടിട്ടാണ് പലരും എത്തീസത്തിനെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ അവർ അതിന് പറയുന്നൊരു ന്യായമുണ്ട്. എന്തുകൊണ്ടാണ് അവര് പെട്ടെന്ന് ഈ പറഞ്ഞ നാസ്തികതയെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി ഉണ്ട്. അത് എത്തീസം അവരെ വളരെയധികം മാനസികമായി നശിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. വളരെയധികം അവരെ ഇല്ലാതാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡിപ്രഷന്റെ അതിമാരകമായിട്ടുള്ള ഒരു തലത്തിലൂടെ കടന്നു പോയതിനു ശേഷമാണ് അവര് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും. ഒരു സൈക്കോളജിസ്റ്റ് തന്നെ അവരോട് നിങ്ങളുടെ പ്രശ്നം ഒരുപക്ഷെ ഇതായിരിക്കാം, നിങ്ങൾക്ക് ഒരു ദൈവവിശ്വാസം ട്രൈ ചെയ്ത് നോക്കാമെന്ന് അവരോട് പറയും. എന്നിട്ട് അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം അവരെ തന്നെ അത് വിവരിക്കുന്നത് എനിക്ക് ആ പഴയ എന്നെ തിരിച്ചു കിട്ടാണ് പിന്നീട് സംഭവിച്ചതെന്നും എന്നിട്ടാണ് അവരുടെ കൺവേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ വളരെ എങ്ങനെയാണ് എത്തീസം ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് എന്ന് തെളിയിക്കുകയാണ്, അത് സമ്മതിക്കുകയാണ് അതിന്റെ ഏറ്റവും വൺ ഓഫ് ദി ടോപ്പ് ഫിഗേഴ്സ്. ഇപ്പോ അയാൻ ഈസി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മൾ 4 ഹോഴ്സ്മാൻസ് ഓഫ് ന്യൂ എത്തീസം എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ഈ ഹിച്ചൻസ് ആണെങ്കിലും സാം ഹാരിസ് ആണെങ്കിലും റിച്ചർഡ് ഡോക്കിൻസ് ആണെങ്കിലും അവരൊക്കെ പുരുഷന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫെമിനിസം ഒക്കെ കൊണ്ടു നടക്കുന്ന എത്തീസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ ന്യൂ എത്തീസ്റ്റ് മൂവ്മെന്റിൽ സ്ത്രീകളില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ് അയാൻ ഈസി അലി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഹോഴ്സ്മാൻസ് ഉണ്ടാകുമ്പോൾ ഓൺലി 1 ഹോഴ്സ് വുമൻ ആണ് ഈ പറയുന്ന അയാൻ ഈസി അലി. അങ്ങനെയുള്ള ഇവരുടെ ന്യൂ എത്തീസത്തിന്റെ ഏറ്റവും ടോപ്പ് ഫിഗർ ആയിട്ടുള്ള ഒരേറ്റ ഏക സ്ത്രീയാണ് എന്ത് പറയുന്നത് എത്തീസം എന്ന് പറയുന്നത് അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് അവർക്ക് ഒരു ജീവിതം തന്നെ ഉണ്ടായതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന ഇസ്ലാം വിരോധം കൊണ്ടും മറ്റുമൊക്കെ നിരന്തരമായി യൂട്യൂബിൽ ഇരുന്ന് പരദൂഷണം പറയുന്ന ആളുകൾ ഒരുപക്ഷെ ഈ കുടുംബ പ്രശ്നം കൊണ്ടും സാമൂഹികമായിട്ടുള്ള അവരുടെ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോണ്ട് യു ഹാവ് എ മോറൽ ഒബ്ലിഗേഷൻ ടു ഷട്ടപ്പ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് മനുഷ്യരെ മാനസികമായി നശിപ്പിക്കുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വെറുതെ അക്യൂസേഷൻസ് പറയുന്നതല്ല. പഠനങ്ങളുണ്ട്. ഇപ്പോൾ പ്യൂ റിസർച്ച് സെന്ററിന്റെ 2019 പഠനം. ആ പഠനം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, ആ റിലീജിയസ് പീപ്പിൾ ഹാപ്പിയർ ഹെൽത്തിയർ എന്നുള്ള തലക്കെട്ടിലുള്ള പഠനം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല. അതിൽ ഒന്നാമത്തെ പോയിന്റ് തന്നെ പറയുന്നത് വളരെ ആക്റ്റീവായി റിലീജിയസ് ആയിട്ടുള്ള ആളുകളിൽ ഡിപ്രഷന്റെ റേറ്റ് വളരെ കുറവാണെന്നും അവർ വളരെ സന്തോഷമുള്ള ആളുകളായിട്ട് കാണുന്നെന്നും അതേസമയം നാസ്തികത നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് നിരവധി പഠനങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് പറയുന്നുണ്ടല്ലോ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ അവിടെ നിരീശ്വരവാദമുള്ളത് കൊണ്ട് സമാധാനം അതൊക്കെ വളരെ ചെറിയ പിക്ക് ചെയ്ത് വളരെ നിലവാരമില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ ഈ രവിചന്ദ്രൻ ശ്രീനിവാസനൊക്കെ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ഒന്നും അങ്ങനെ പറയലില്ല എന്ന് തോന്നുന്നുണ്ട്, മണ്ടത്തരാന്ന് മനസ്സിലായി കാണും. അപ്പൊ ഇതിൽ ഏറ്റവും രസം എന്താണെന്നുണ്ടെങ്കിൽ ആ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നടന്നിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള പഠനങ്ങളുണ്ട്. ക്രൈറ്റീരിയ വെച്ച് ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കുന്നതൊക്കെ ഉണ്ട്. അതെ, പഠനത്തിന് അത് ഭൗതികമായിട്ടുള്ള പിന്നെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്. എന്നിട്ടും അവിടെയുള്ള ആളുകൾക്ക് സമാധാനം ഇല്ല എന്നുള്ളതാണ് മറ്റു കാര്യങ്ങൾ തെളിയിക്കുന്നത്. സൂയിസൈഡ് റേറ്റിൽ കൂടുതലാണ്. അതുപോലെ തന്നെ സമാധാനമുണ്ടാണല്ലോ സൂയിസൈഡ് കൂടുന്നത്. അതെ, ആന്റി ഡിപ്രഷൻ ഡ്രഗ്സിന്റെ യൂസേജ് അവിടെ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ എന്ന് മാത്രമല്ല, പിന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് വിശ്വാസികളിലാണോ അവിശ്വാസികളിലാണോ ഇത് നടക്കുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നമുള്ളത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ അവിടെ തന്നെ നടന്നിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് മതനിരാസം കൊണ്ട് നടക്കുന്ന ആളുകളിൽ ഡിപ്രഷൻ കൂടുതലും, അതേസമയം വളരെ ആക്റ്റീവ്ലി റിലീജിയസ് ആയിട്ടുള്ള വളരെയധികം പ്രാക്ടീസിങ് ആയി ജീവിക്കുന്ന വിശ്വാസികൾ അവരിലാണ് സന്തോഷവും സമാധാനവും കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി വിശ്വാസിയാകുന്നത് കൊണ്ടുണ്ടാകുന്ന കളക്റ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഗോഡുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ ഈ ഡിപ്രഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണമാണ് ഈ ലോൺലിനെസ് എന്ന് പറയുന്നത്, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു കാര്യം അനുഭവപ്പെടില്ല. അതിനപ്പുറത്തേക്ക് ഈ അർത്ഥമില്ലായ്മ എന്ന് പറയുന്ന കാര്യങ്ങൾ അനുഭവപ്പെടില്ല. പ്രാർത്ഥിക്കാൻ ഒരു ദൈവമില്ലാത്ത അവസ്ഥ മീൻസ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെടുത്ത് മറ്റൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥ ആണ് ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം. ഒരു
യുക്തിവാദിയുടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. പേര് ഞാൻ ഓർക്കുന്നില്ല. സംഗതി ഇത്രയാണ്: ജീവിതകാലം മുഴുവൻ ദൈവമില്ല 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 എന്ന് പറഞ്ഞു നടന്ന് അവസാനം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന ഘട്ടത്തില് അതിരൂക്ഷമായ വേദനയുള്ള ഒരു സമയത്ത് അദ്ദേഹം രോഗബാധിതനായി കിടക്കാണ്. അപ്പൊ അദ്ദേഹം ദൈവമേ 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 എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്ര കാലം ദൈവമില്ല 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 എന്ന് പറഞ്ഞ ആള് നിങ്ങളിപ്പോ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ ഒരു പ്രതീക്ഷ തോന്നാണ്. മീൻസ് കംപ്ലീറ്റ് ഡോക്ടേഴ്സും പ്രതീക്ഷ നഷ്ടപ്പെട്ടു, എല്ലാ മെഡിസിൻസും പരാജയപ്പെട്ടു, എല്ലാ ശാസ്ത്രവും പരാജയപ്പെട്ടു. ഇനി എന്ത്? കംപ്ലീറ്റ് ശൂന്യതയാണ്, കംപ്ലീറ്റ് മീനിങ്ലെസ്നെസ് ആണ്, ഹോപ്പ്ലെസ്നെസ് ആണ്. അതിനകത്ത് ദൈവമേ എന്നിട്ട് വിളിക്കുമ്പോ ഒരു സമാധാനം തോന്നുകയാണത്. അപ്പോ ഈ സെയിം കാര്യം തന്നെ മലയാളത്തിലുള്ള ഒരു ആക്ട്രസ് ഉണ്ട്, ഈ പേരെ ഓർമ്മയില്ല, അവരുടെ റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് പറയുന്നുണ്ട്. അച്ഛൻ ജീവിതകാലം മുഴുവൻ എത്തീസ്റ്റ് ആയിരുന്നു, അതിൽ മരണക്കിടക്കയിൽ മുഴുവൻ സമയം ദൈവത്തെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു പ്രൂവൺ ഫാക്റ്റ് ആണ്. ദർ ഈസ് നോ എത്തീസ്റ്റ് ഇൻ എ ഫോക്ക് സോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചൊല്ല് തന്നെ ഉണ്ട്. ഈ നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ ഒരു യുദ്ധമുഖത്തോ അല്ലെങ്കിൽ തകരാൻ പോകുന്ന ഒരു വിമാനത്തിനകത്തോ നിന്നിട്ട് ഒരു എത്തിസ്റ്റ് ഉണ്ടാവില്ല. ഒരു എത്തിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളുനേരം പിന്നെ മര്യാദയ്ക്ക് ഭക്ഷണം ലഭിക്കുകയും പ്രത്യേകിച്ച് മനുഷ്യന്റെ സാധാരണ ജീവിത പ്രശ്നങ്ങളുമായൊന്നും അഭിമുഖീകരിക്കാതെ ഈ പിന്നെ ജീവിക്കുന്ന ഈ അമുൽ ബേബി ടൈപ്പ് ജീവിതം ജീവിക്കുന്ന ആളുകൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ജീവിതത്തെ സംബന്ധിച്ച് കാര്യമായ ബോധമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഈ രൂപത്തിൽ ജീവിതത്തിന്റെ ചില യഥാർത്ഥ പ്രശ്നങ്ങളെ നേരിടുന്ന ഒരാൾക്ക് അതിനെ എടുത്ത് തോട്ടിലെറിയേണ്ടി വരുന്നുള്ളതാണ്.